ആദിശങ്കരൻ്റെ പിറവി കൊണ്ടുകൂടി പുണ്യതീർത്ഥമൊഴുക്കുന്ന കേരളത്തിലെ പൂർണ്ണ നദിയുടെ തീരത്തും ഒരു മഠമുണ്ടായി, ശൃംഗേരി മഠം. നമുക്ക് ഇവിടുത്തെ അന്തേവാസികളെ കേട്ടേ പറ്റൂ, അതൊക്കെ കേൾപ്പിച്ചേ പറ്റൂ. CT സ്കാനിൻ്റെ ധർമ്മവും അതാണ്. ചരിത്രയിൽ ആദിശങ്കരൻ്റെ മാധവ ശങ്കരദിക്കയിൽ എന്ത് എഴുതിയിട്ടുണ്ടോ ആ സ്ഥലവും പറഞ്ഞ പുരാണവും ഈ സ്ഥലവും തമ്മിൽ സൗമ്യമുണ്ടായിരുന്നു. പൂർണ്ണ നദി തീരത്തിലായിരുന്നു. ആ സമയത്ത് ആദിശങ്കരൻ ശ്രീകൃഷ്ണ ഭഗവാനെ മുകളിൽ പ്രതിഷ്ഠ ചെയ്ത ശ്രീകൃഷ്ണ ഭഗവാൻ ക്ഷേത്രം അടുത്താണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ, അതായത് ശിവഗുരു പൂജ ചെയ്ത ആദിശങ്കരനെ പ്രത്യക്ഷമായ കാത്യായനി ദേവിയുടെ ക്ഷേത്രം ഇവിടെ അടുത്ത് 1 കിലോമീറ്റർ ദൂരത്തിലാണ്. പിന്നെ അദ്ദേഹം കനകധര സ്തോത്രം ജപിച്ച സ്വർണ്ണത്തുമന ഇവിടുന്ന് 20 കിലോമീറ്റർ ദൂരത്തിലാണ്. അങ്ങനെ ആദിശങ്കര ഹിസ്റ്ററിയിൽ എന്തൊക്കെ എഴുതുന്നുണ്ടോ ഇതൊക്കെ ഈ സ്ഥലമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ 1910 സ്വാമിജി സ്വദേവ ഇവിടെ വന്ന് അദ്ദേഹത്തിന് ആര്യാമ്പ ശങ്കരാചാര്യ അമ്മ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു അത്രേ ഈ സ്ഥലത്തിലാണ് ആദിശങ്കരൻ ജനിച്ചു എന്നുള്ളത്. അതിനുശേഷം സ്വാമിജി ഇവിടെ ആദിശങ്കരനെ ഭവ്യമൊരു അമ്പലം ശാരദാദേവിക്ക്, അതായത് സപ്തമാതൃക കൂടി ശാരദാംബയെ പ്രതിഷ്ഠ ചെയ്തു. അത് ബ്രാഹ്മി, മാഹേശ്വരി, കൗമാരി, വൈഷ്ണവി, വാരാഹി, ഇന്ദ്രാണി, ചാമുണ്ട, അങ്ങനെ ഈ സപ്തമാതൃകയെ ദേവി പ്രതിഷ്ഠ ചെയ്ത്